iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ സെഷനിൽ ടെക്നിക്കൽ അസിസ്റ്റന്റിന് ചോദിച്ചിട്ടുള്ള കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ കർവ് പാസിംഗ് ത്രൂ ദ പോയിന്റ് -2, 3 given that the slope of the tangent to the curve at any point xy is 2x by y square. അപ്പോൾ ഓൾറെഡി നമുക്കൊരു കർവ് ഉണ്ട്. ആ ഒരു കർവിൻ്റെ ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്? ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കർവ് പാസ് ചെയ്യുന്നൊരു പോയിന്റ് തന്നിട്ടുണ്ട്, ഒരു പോയിന്റ് -2, 3 എന്നും. അതേപോലെ തന്നെ ആ കർവിന് ടാൻജൻ്റ് ആയിട്ടുള്ള XY എന്ന് പറയുന്ന ഒരു ആർബിട്രറി പോയിന്റിന് ടാൻജൻ്റ് ആയിട്ടുള്ള ആ ഒരു ടാൻജൻറ്റിൻ്റെ കർവും അതിൻ്റെ ഒരു സ്ലോപ്പും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ നിന്നാണ് നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ -2, 3 സ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2x by y square. അപ്പം സ്ലോപ്പ് എന്തായിരിക്കും? dy/dx ആയിരിക്കും സ്ലോപ്പ്. അതെന്താണ്? 2x by y square എന്ന് ഓൾറെഡി തന്നിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ഈ y square അപ്പുറത്തേക്ക് കൊണ്ടുപോയി dxന് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? y square dy is equal to 2x dx എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്ത് കിട്ടും? y³/3 ഈക്വൽ ടു 2xൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 2x²/2. അപ്പം 2 ക്യാൻസൽ ചെയ്യും. അപ്പോൾ x² പ്ലസ് പിന്നെ ഇവിടെ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷനും ഉണ്ടാവും. അപ്പം y³/3 ഈസ് ഈക്വൽ ടു x² പ്ലസ് c. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കർവിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൂടാണ് ഒരു കർവ് പോകുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഈ ഒരു ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? y³ വരെ 3 കൊടുക്കുക. അതായത് -2, 3 നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കുമ്പോഴത്തേക്കും 3³/3 ഈക്വൽ ടു x² വരെ -2 ഹോൾ സ്ക്വയർ പ്ലസ് c. അപ്പോൾ ഇത് എങ്ങനെ കിട്ടും? 3³ 3 ക്യാൻസൽ ചെയ്യുമ്പോൾ 3². അതെന്താ? 9 ഈസ് ഈക്വൽ ടു -2 ദ ഹോൾ സ്ക്വയർ എത്ര? 4 പ്ലസ് c. അപ്പം നമുക്ക് c എന്ത് കിട്ടി? c എന്തായിട്ട് കിട്ടി? c 4 ഇപ്പുറത്ത് വരുമ്പോൾ c ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. c 5 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു ഇക്വേഷനിലേക്ക് അത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടും? y³/3 ഈക്വൽ ടു x² പ്ലസ് 5 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇത് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 3 കൊണ്ട് മൾട്ടിപ്ലൈ അപ്പുറം ഇപ്പുറം. അപ്പോൾ എന്ത് കിട്ടും? y³ ഈസ് ഈക്വൽ ടു 3x² പ്ലസ് 15 എന്ന് കിട്ടും. അപ്പോൾ ഇതിന് നമുക്ക് എല്ലാ ടേമും ഒരു ഡയറക്ഷനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ y³ മൈനസ് 3x² മൈനസ് 15 ഈക്വൽ ടു 0. അപ്പം ഇതാണ് നമ്മുടെ കർവിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടാകുന്ന നോക്കാം നമുക്ക്. y³ മൈനസ് 3x² മൈനസ് 15. അപ്പം ഈ ഒരു ഓപ്ഷൻ ബി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, എ മാനുഫാക്ചറിംഗ് ഫേം ഇൻകേഴ്സ് എ ഫിക്സഡ് കോസ്റ്റ് ഓഫ് 30,000. ദ വേരിയബിൾ കോസ്റ്റ് ഈസ് 10 per unit and selling price is 25. Determine the number of products to be produced so that the market price is just equal to the original cost of the product. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഈവൻ ആ ഒരു കൺസെപ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫിക്സഡ് കോസ്റ്റ് എന്തായിരിക്കും? അതായത് ഇപ്പം ഒരു പ്രൊഡക്റ്റ് 100 എണ്ണം ഉണ്ടാക്കിയാലും 1000 എണ്ണം ഉണ്ടാക്കിയാലും 50 എണ്ണം ഉണ്ടാക്കിയാലും അവിടെ നമുക്ക് ആ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോസ്റ്റിനെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് എത്ര യൂണിറ്റ് ഉണ്ടാക്കി എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം അതെത്ര? 30,000. ഇനി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ കോസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഒരു യൂണിറ്റ് ഉണ്ടാക്കുക, അതുകൊണ്ട് തന്നെ നമ്മളത് പെർ യൂണിറ്റ് ആണ് പറയുന്നത്. അപ്പം വേരിയബിൾ കോസ്റ്റ് എത്ര? 10 പെർ യൂണിറ്റ്. അതായത് ഒരു യൂണിറ്റ് സാധനം ഉണ്ടാക്കാൻ 10 എണ്ണം വേണം. അപ്പോൾ അതായത് ഒരെണ്ണം ഉണ്ടാക്കാൻ 10 രൂപ വേണം. ഇനി 100 എണ്ണം ഉണ്ടാക്കാനാണെങ്കിൽ 1000 വേണം. അപ്പോൾ ആ ഒരു രീതിയിൽ. ഇനി നമുക്ക് സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നതാണ്. അപ്പം സെല്ലിംഗ് പ്രൈസ് എത്ര? 25 പെർ യൂണിറ്റ്.
അതായത് ഒരു യൂണിറ്റ് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ 25 രൂപ കിട്ടും. അപ്പം ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് എണ്ണം ഉണ്ടാക്കാനുള്ള ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ഈ ടോട്ടൽ കോസ്റ്റ് എന്തായിരിക്കും വരുന്ന? ടോട്ടൽ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും. അപ്പം ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. അപ്പോൾ ഞാൻ ലെറ്റ്സ് സേ എക്സ് എമൗണ്ട് ഓഫ് യൂണിറ്റ്സ് ഉണ്ടാക്കുവാണെങ്കിൽ എക്സ് ഇൻറ്റു വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഇവിടെ ടോട്ടൽ കോസ്റ്റ് എത്ര വരുന്ന? 30,000 പ്ലസ് 10x. എക്സ് യൂണിറ്റ് ആണ് ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചോ. ഇനി എക്സ് യൂണിറ്റ് വിൽക്കുമ്പോഴത്തേക്ക് ടോട്ടൽ റവന്യൂ എന്തായിരിക്കും വരുന്നത്? ടോട്ടൽ റവന്യൂ എത്ര ആയിരിക്കും വരുന്നത്? 25x ആയിരിക്കും വരുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭവും നഷ്ടവും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ, അതായത് ടോട്ടൽ നമുക്ക് മാർക്കറ്റ് പ്രൈസ് കിട്ടിയ എമൗണ്ട് ആയിരിക്കണം ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ്. ആ ഒരു സിറ്റുവേഷനിൽ എത്ര യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് ഇത്. അപ്പം ഈ 25x ഈ ഒരു ടോട്ടൽ കോസ്റ്റും, അതായത് ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റ് കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 30,000 പ്ലസ് 10x ഈസ് ഈക്വൽ ടു 25x. അപ്പോൾ എത്ര? 30,000 ഈക്വൽ ടു 15x. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും? വിച്ച് ഇംപ്ലൈസ് x ഈസ് ഈക്വൽ ടു 30,000 ഡിവൈഡ് ബൈ 15, അതായത് 2,000. അപ്പം 2,000 ആണ് നമ്മളുടെ ആൻസർ. ബി ഈസ് ഈക്വൽ ടു 2,000. അതാണ് നമ്മളുടെ ആൻസർ. ഇനി അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിയറിംഗ് ഹാസ് ലീസ്റ്റ് കപ്പാസിറ്റി ഫോർ വിത്ത്സ്റ്റാൻഡിങ് ത്രസ്റ്റ് ലോഡ്? ത്രസ്റ്റ് ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഏറ്റവും എബിലിറ്റി കുറഞ്ഞ താഴെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഡീപ് ഗ്രൂവ് ബോൾ ബിയറിംഗ്, ആംഗുലാർ കോണ്ടാക്ട് ബിയറിംഗ്, ടാപ്പർ റോളർ ബിയറിംഗ്, അതേപോലെ സിലിണ്ടറിക്കൽ റോളർ ബിയറിംഗ്. അപ്പോൾ നമ്മൾ ഡീപ് ഗ്രൂവ് ബോൾ ബിയറിംഗ്, ഈ ഒരു ഫിഗറിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് ഞാൻ കാണിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീപ് ഗ്രൂവ് ബോൾ ബിയറിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ഡീപ് ഗ്രൂവ് ബോൾ ബിയറിംഗിൻ്റെ കേസിൽ ചെറിയ രീതി, അതായത് മേജർലി റേഡിയൽ ലോഡും അതേപോലെ തന്നെ ചെറിയ രീതിയിൽ ത്രസ്റ്റ് ലോഡും ഇതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത് കാണിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗുലാർ ബോൾ ബിയറിംഗ് ആണ്. അപ്പോൾ ആംഗുലാർ ബോൾ ബിയറിംഗ് ആണെങ്കിലും അതിനും ഇവിടെ ഈ ഒരു രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ത്രസ്റ്റ് ലോഡിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത കാണിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേപ്പേർഡ് റോളർ ബിയറിംഗ് ആണ്. അപ്പോൾ ഇവിടെ തന്നെ ആ ഒരു ബിയറിംഗ് എലമെന്റ് ടേപ്പേർഡ് ആയതുകൊണ്ട് തന്നെ, ആ റോളർ ടേപ്പേർഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡയറക്ഷനിലുള്ള ത്രസ്റ്റ്, ഈ ഒരു ഡയറക്ഷനിൽ നിന്നുള്ള ഒരു ത്രസ്റ്റ് ലോഡിന് അതിന് നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഇതാണ് നമ്മളെ സിലിണ്ടറിക്കൽ റോളർ ബിയറിംഗ് ലാസ്റ്റ് കാണിച്ചേക്കുന്നത്. അപ്പോൾ സിലിണ്ടറിക്കൽ റോളർ ബിയറിംഗിൻ്റെ കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രസ്റ്റ് ലോഡ് നമുക്ക് ഇങ്ങനെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസിൽ തന്നേക്കുന്നതിൽ ഏറ്റവും ലീസ്റ്റ് കേപ്പബിലിറ്റി ഉള്ള, അതായത് ത്രസ്റ്റ് ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ലീസ്റ്റ് കേപ്പബിലിറ്റി ഉള്ള ബിയറിംഗ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിണ്ടറിക്കൽ റോളർ ബിയറിംഗ് ആണ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഏതിനൊക്കെയാണ് നമ്മുടെ അതായത് പിന്നെ ഈ റോളർ ബിയറിംഗ് ആണെങ്കിലും ബോൾ ബിയറിംഗ് ആണെങ്കിലും ഏതിനൊക്കെയാണ് ത്രസ്റ്റ് ലോഡിന് ഇത് ചെയ്യാൻ പറ്റുക, അതേപോലെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക, ആ ഒരു രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിണ്ടറിക്കൽ റോളർ ബിയറിംഗ് ആയിരിക്കും. ഇനി വേവ് ലെങ്ത് ഓഫ് CO2 ലേസർ, അതൊരു ജസ്റ്റ് ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഒരു CO2 ലേസറിൻ്റെ ആ ഒരു റേയുടെ വേവ് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10.6 മൈക്രോമീറ്റർ ആയിരിക്കും. അപ്പോൾ അവിടുത്തെ യൂണിറ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്, മൈക്രോമീറ്റർ ആണ്. അതേപോലെ തന്നെ ഇപ്പം ഇത് ഇൻഫ്രാറെഡ് റീജിയനിലൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പം 10.6 ആണ് ഈ ഒരു കേസിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും. ഇനി നമുക്ക് നോക്കുമ്പോൾ ദ പൊസിഷൻ ഓഫ് റെഫറൻസ് ലൈൻ ആൻഡ് ടോപ്പ് വ്യൂ ഇൻ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആർ. അപ്പം നമ്മുടെ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ നമ്മൾ ഓർത്തോഗണൽ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ ആ ഒരു റെഫറൻസ് ലൈനും ടോപ്പ് വ്യൂവും തമ്മിലുള്ള ആ ഒരു റിലേഷൻ, അപ്പം എവിടെ ഓരോന്നിൻ്റെ പൊസിഷൻ തമ്മിലുള്ള റിലേഷൻ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രണ്ട് പ്ലെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെഫറൻസ് പ്ലെയിൻസ് ആണ്. അപ്പോൾ ഈ റെഫറൻസ് പ്ലെയിൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഒരു ലൈനെയാണ് നമ്മൾ റെഫറൻസ് ലൈൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇതിപ്പം വെർട്ടിക്കൽ പ്ലെയിനും
ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനുമാണ്. അപ്പം നമ്മൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ട, അതായത് നമ്മൾ ഡ്രോയിങ് ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ തേർഡ് ക്വാഡ്രന്റിൽ പ്ലേസ് ചെയ്തിട്ടായിരിക്കും വരയ്ക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് തേർഡ്, ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ് ക്വാഡ്രന്റ് ആയിരിക്കും. അപ്പോൾ തേർഡ് ക്വാഡ്രന്റിലാണ് നമ്മളുടെ പ്രോഡക്റ്റ് ആ ഒരു ഫീച്ചർ ഇരിക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ നിന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും എനിക്ക് ടോപ്പ് വ്യൂ കാണണമെങ്കിൽ ഞാൻ എന്തായിരിക്കും ചെയ്യുക, ഈ ഒരു ഡയറക്ഷനിൽ നോക്കുമ്പോഴത്തേക്കും എൻ്റെ ഈ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എനിക്ക് ടോപ്പ് വ്യൂ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ ഈ ഒരു പ്ലെയിനിൽ എനിക്ക് ഫ്രണ്ട് വ്യൂ കാണാൻ പറ്റും. പിന്നെ സൈഡ് വ്യൂ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കാണാൻ പറ്റും. ഇപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ ഇത്, ടോപ്പ് വ്യൂ ഇത്, ടോപ്പ് വ്യൂ ഇത്, ഇത് ഫ്രണ്ട് വ്യൂ. ഇവിടെ നിന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പം ഇനി നമ്മൾ ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷന് വേണ്ടിയിട്ട് ഈ പ്ലെയിൻസിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻസിനെ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ടോപ്പ് വ്യൂ നമ്മുടെ ഈ ഒരു റെഫറൻസ് ലൈനിൻ്റെ മുകളിലുമാവും. ഫ്രണ്ട് വ്യൂ ഓൾറെഡി ആ ഒരു ഫ്രണ്ട് വ്യൂവിന് നമുക്ക് വെർട്ടിക്കൽ പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അത് ആ ഒരു റെഫറൻസ് ലൈനിൻ്റെ താഴെ ആയിരിക്കും. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്ത ഫിഗറൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. റൊട്ടേറ്റ് ചെയ്ത ഫിഗറൂടെ കാണിച്ചു തരാം. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ, ഇതാണ് നമ്മുടെ റെഫറൻസ് ലൈൻ. ഈ ഒരു റെഫറൻസ് ലൈനിൻ്റെ മുകളിലാണ് ടോപ്പ് വ്യൂ. അതേപോലെ തന്നെ റെഫറൻസ് ലൈനിൻ്റെ താഴെയാണ് ഫ്രണ്ട് വ്യൂ. അപ്പം നമ്മൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ വെച്ചിട്ട് ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഡയറക്ഷനിൽ ഇരിക്കും. ഇനി നമ്മൾ ബാക്ക് ടു ദ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചാൽ റെഫറൻസ് ലൈനും ടോപ്പ് വ്യൂവിൻ്റെ പൊസിഷനാണ് ചോദിച്ചത്. അപ്പം നമ്മൾ ഓപ്ഷൻ എ നോക്കുമ്പോൾ എന്താ, റെഫറൻസ് ലൈൻ ലൈസ് എബോവ് ദ ടോപ്പ് വ്യൂ. അങ്ങനെയാണോ? കാര്യം ടോപ്പ് വ്യൂ ആണ് മുകളിൽ, റെഫറൻസ് ലൈൻ അതിൻ്റെ താഴെയാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ തെറ്റാണ്. ഇനി റെഫറൻസ് ലൈൻ ലൈസ് ബിലോ ദ ടോപ്പ് വ്യൂ. ബിലോ ദ ടോപ്പ് വ്യൂ, അതായത് ടോപ്പ് വ്യൂവിന് താഴെയാണ് റെഫറൻസ് ലൈൻ. അപ്പോൾ അത് കറക്റ്റ് അല്ലേ? ആ ഒരു ഓപ്ഷൻ കറക്റ്റ് ആണ്. പിന്നെ റെഫറൻസ് ലൈൻസ് ഈസ് ലൈ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ടോപ്പ് വ്യൂ, റൈറ്റ് സൈഡ്, അത് രണ്ടും തെറ്റാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. 5 ഓപ്ഷൻ ബി ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെയും നമ്മളുടെയും ഇടയ്ക്ക് ആണോ അതോ, അതായത് ഈ ഓരോ റെഫറൻസ് പ്ലെയിൻ്റെയും പൊസിഷൻ, അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ പൊസിഷൻ എവിടെയാണ്, അങ്ങനെ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഇനിയിപ്പോൾ ഇത് ഫ്രണ്ട് ആംഗിൾ പ്രൊജക്ഷൻ ആയിരുന്നെങ്കിൽ, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആയിരുന്നെങ്കിൽ എന്താ, ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിരിക്കും പ്രൊഡക്റ്റ് ഉണ്ടാവുക. അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ ഫ്രണ്ട് വ്യൂ നമ്മുടെ റെഫറൻസ് ലൈനിൻ്റെ മുകളിലും, ഇനി ഈ ഒരു ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും റെഫറൻസ് ലൈനിൻ്റെ താഴെയൊക്കെ ആയിട്ട് വരും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. അപ്പം കഴിഞ്ഞ ആ ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫറൻസ് ലൈൻ ലൈസ് ബിലോ ദ ടോപ്പ് വ്യൂ. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ എ സ്റ്റീൽ ബാർ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 25 degrees Celsius as shown in the below figure. Up to what temperature is the bar is stress free? Assume that the initial length L is 1 meter. Coefficient of thermal expansion is 10 into 10 raised to minus 6. അപ്പം ഇതാണ് നമ്മളുടെ ഒരു ബാറാണിത്. ഇത് നമ്മുടെ ബാറാണ്. ഇതിൻ്റെ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മീറ്ററാണ്. 1 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് 1 മീറ്ററാണ്. അതേപോലെ തന്നെ ഈ ഒരു ബാറിൻ്റെ എൻഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്രീ സ്പേസ് ഉണ്ട്. അതായത് ഈ ഒരു ബാറ് ഈ ഒരു സപ്പോർട്ടിൽ ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് എത്ര? 0.25 mm. 0.25 mm. അപ്പോൾ ഇത്രയും സ്പേസ് ഉണ്ട്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാർ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ബാർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു ബാരർ എക്സ്പാൻഡ് ആവുന്നുണ്ട്. എക്സ്പാൻഡ് ആയി ഈ ഒരു സപ്പോർട്ട് ടച്ച് ചെയ്താൽ മാത്രമേ അവിടെ രണ്ടെൻഡിലും സ്ട്രെസ് ആക്ട് ചെയ്യത്തുള്ളൂ. അല്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രീ എക്സ്പാൻഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ടെമ്പറേച്ചർ വരെ ഇവിടെ ബാറിൽ സ്ട്രെസ് ഒന്നും ആക്ട് ചെയ്യാതിരിക്കും. അതിനർത്ഥം എന്താ, എത്ര ടെമ്പറേച്ചർ വരെ ഈ ഒരു
സപ്പോർട്ടിൽ തൊടാതിരിക്കും. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ ഒരു ബാറ് 0.25 mm എക്സ്പാൻഡ് ചെയ്യാൻ എത്ര സമയം എടുക്കും, അല്ലെങ്കിൽ എത്ര ടെമ്പറേച്ചർ ഇത് ചെയ്യും. അപ്പം നമുക്ക് അവിടെ എക്സ്പാൻഷൻ, അതായത് ഡെൽറ്റ എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.25 mm എന്നാണെന്ന് അറിയാം. അപ്പോൾ ഇത്ര എക്സ്പാൻഡ് ചെയ്യുന്ന എത്ര ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. അപ്പം ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എൽ ആൽഫ ഡെൽറ്റ ടി. ഇതാണ് നമ്മുടെ ഫോർമുല. അതായത് ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ആൽഫ തെർമൽ എക്സ്പാൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ എൽ എത്ര, ലെങ്ത് 1 മീറ്ററാണ്. അപ്പോൾ 1 ഇൻറ്റു ആൽഫ എത്ര, 10 ഇൻറ്റു 10⁻⁻6 പെർ ഡിഗ്രി സെൽഷ്യസ്. അപ്പം 10⁻⁻6 ഇനി ടെമ്പറേച്ചർ ചേഞ്ച് നമുക്ക് അറിയത്തില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഡെൽറ്റ ടി. ഇത് എത്ര വരെ വരാം, 0.025 വരെ വരാം. ഇത്ര വരെ ഓക്കെ അല്ലേ, 0.025 വരെ വരാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ കിട്ടും, ഇത് സോറി എൽ ആൽഫ ഡെൽറ്റ ടി. ഇത് ഇവിടെ ലെങ്ത് ഞാൻ എന്തിലാണ് കൊടുത്തേക്കുന്നത്, മീറ്ററിലാണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ മീറ്റർ ആക്കണം. ഇവിടെ 0.25 ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ 10⁻³ കൊണ്ട് ഡിവൈഡ് ചെയ്തു, എന്നാലേ മീറ്റർ ആവത്തുള്ളൂ. അപ്പോൾ ഈ 10⁻³ നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോകാം. 0.25 ഈസ് ഈക്വൽ ടു 10⁻³ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് എത്ര കിട്ടും, 10⁻²2 ഡെൽറ്റ ടി എന്ന് കിട്ടും. ഇനി 10⁻⁻2 ഈ താഴെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് രണ്ടിടത്തും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, 25 ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി എന്ന് കിട്ടും. അതിനർത്ഥം എന്താ, ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 25. അപ്പം ഇനിഷ്യൽ ടെമ്പറേച്ചർ എത്ര എന്നാണ് പറഞ്ഞേക്കുന്നത്, 25 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 25 ആകുമ്പോഴത്തേക്ക് എത്ര ടെമ്പറേച്ചർ വരെ നമുക്ക് കൂട്ടാം, 50 ഡിഗ്രി വരെ കൂട്ടാം. അതായത് ഫൈനൽ ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 50 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടോ, അപ്പോൾ ഓപ്ഷൻ ബി കറക്റ്റ് ആണ്, 50 ഡിഗ്രി സെൽഷ്യസ്. അതായത് 50 ഡിഗ്രി സെൽഷ്യസ് വരെ കൂട്ടുമ്പോൾ ആ ഒരു ടൈമിൽ മാത്രമേ ഈ 0.25 mm എക്സ്പാൻഡ് ചെയ്തിട്ട് ഇവിടെ ടച്ച് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിന് ശേഷം മാത്രമേ അവിടെ തെർമൽ സ്ട്രെസ് ഉണ്ടാവുള്ളൂ. അതായത് ഒരു ഫ്രീ ബാർ ആയിരുന്നത് കൊണ്ട് തന്നെ അത്രയും സമയം തെർമൽ സ്ട്രെസ് ഉണ്ടാവത്തില്ല. അപ്പം നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ മോസ്റ്റ് സൂട്ടബിൾ ക്രോസ് സെക്ഷൻ ചോയ്സ് എമോങ് ദ ഫോളോയിങ് വെൻ എ കാൻഡിലിവർ ബീം ഈസ് സബ്ജക്റ്റഡ് ടു പ്യുവർ ബെൻഡിങ് ഹാസ് ടു ബി മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ. അപ്പോൾ കാസ്റ്റ് അയൺ കൊണ്ട് ഉണ്ടാക്കിയ ഏത് സെക്ഷനാണ് ഒരു പ്യുവർ ബെൻഡിങ്ങിൽ, അതായത് ഒരു കാൻഡിലിവർ ബീം പ്യുവർ ബെൻഡിങ്ങിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഈ ഒരു താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് തന്നെ മനസ്സിലാവും, റെക്ടാങ്കുലർ, സർക്കുലർ, ടി സെക്ഷൻ. ഇതിൽ നിന്ന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ ഏതാ നമുക്കറിയാം, ടി സെക്ഷൻ ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ഓഫ് എ ബീം. അതായത് ഒരു ബീമിന്റെ ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സ് തമ്മിലുള്ള റിലേഷനാണ്, ഡയറക്റ്റ് റിലേഷനാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഷിയർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു, ഷിയർ ഫോഴ്സ് എന്തായിരിക്കും, ഷിയർ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു dm/dx ആയിരിക്കും, dm/dx ആയിരിക്കും. അതായത് ബെൻഡിങ് മൊമെന്റിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴായിരിക്കും നമുക്ക് ഷിയർ ഫോഴ്സ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ എ ആണ്. അപ്പം ഓപ്ഷൻ എ ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എയർ റെഫ്രിജറേറ്റർ വർക്ക്സ് ഓൺ. അപ്പോൾ ഏത് സൈക്കിളിലാണ് എയർ റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മൾ എയർ റെഫ്രിജറേറ്ററിൽ എന്താ സംഭവിക്കുന്നത്, അതായത് നമ്മൾ ആ റെഫ്രിജറേറ്ററിൽ അവിടെ നിന്ന് നമ്മൾ ഹീറ്റ് ആ ഒരു എയർ അബ്സോർവ് ചെയ്യും. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു എയറിനെ നമ്മൾ കംപ്രസ് ചെയ്യും. ആ ഒരു കംപ്രസ് ചെയ്ത് ഹൈ പ്രഷറിലേക്ക് എത്തിച്ചതിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ മുകളിൽ ചെന്നിട്ട് ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസിൽ ആ ഒരു ഹീറ്റ് കളഞ്ഞ് വീണ്ടും നമ്മൾ ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. അതായത് ഈ ഒരു ടെമ്പറേച്ചറിൽ നിന്ന് ഈ ഒരു പി വി ഡയഗ്രം ആണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ആദ്യം ഒന്ന് കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്തിട്ട് നമ്മൾ അവിടെ പോയിട്ട് ഹീറ്റ് റിജക്റ്റ് ചെയ്ത് എക്സ്പാൻഡായി വീണ്ടും റെഫ്രിജറേറ്ററിൽ വന്നിട്ട് ഹീറ്റ് അബ്സോർവ് ചെയ്യുന്നു. അപ്പോൾ അവിടെയാണ് ആ ഒരു സൈക്കിളാണ് എയർ റെഫ്രിജറേറ്ററിൽ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സൈക്കിളിൽ നമ്മൾ എന്താ വിളിക്കുക, ബെൽ കോൾമാൻ സൈക്കിൾ എന്നാണ് വിളിക്കുക. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് വെച്ചാൽ ബെൽ കോൾമാൻ സൈക്കിളാണ്. പിന്നെ ഇനി റാങ്കൈൻ സൈക്കിൾ എന്തായിരുന്നു, റാങ്കൈൻ സൈക്കിൾ അതും ചോദിക്കാം. റാങ്കൈൻ സൈക്കിൾ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്ന, സ്റ്റീം എഞ്ചിൻസിലാണ് നമ്മൾ റാങ്കൈൻ സൈക്കിൾ. പിന്നെ കാർനോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഹീറ്റ് എഞ്ചിൻ്റെ തിയററ്റിക്കൽ ഐഡിയൽ സൈക്കിളാണ് കാർനോട്ട് സൈക്കിൾ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ
ഓപ്ഷൻ എ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൽ കോൾമാൻ സൈക്കിളാണ്. ഇനിയിപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഒരു സെഷനിൽ ദ സൈസ് ഓഫ് ദ വെൽഡ് ഇൻ എ ബട്ട് വെൽഡ് ജോയിന്റ് ഈസ് ഈക്വൽ ടു, അപ്പം ഒരു വെൽഡ്, അതായത് നമ്മുടെ ബട്ട് വെൽഡഡ് ആയിട്ടുള്ള ഒരു ജോയിന്റിന്റെ സൈസ് എന്തിനെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ത്രോട്ട് ഓഫ് ദ വെൽഡ് വെച്ചിട്ടാണ്. ത്രോട്ട് ഓഫ് ദ വെൽഡ്, അതായത് ഈ ഒരു ക്വാണ്ടിറ്റി പറഞ്ഞിട്ടാണ് അതിൻ്റെ സൈസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും? ത്രോട്ട് ഓഫ് ദ വെൽഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു.